ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവിന്റെ റെക്കോർഡിംഗ് വീഡിയോയ്ക്കകത്ത് അരമണിക്കൂറോളം വമ്പൻ കൂട്ടത്തല്ല. അതായിരുന്നു ഇന്നത്തെ ലൈവിന്റെ അവസ്ഥ. വെറുതെ കിടന്നങ്ങ് അടിയുണ്ടാക്കുവാണെന്നേ. നല്ല എന്റർടൈനിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ടാസ്ക് ആയിരുന്നു ഇത്. യൂണിയൻ ലീഡർക്കൊക്കെ ഈ ടാസ്ക് നല്ല രസകരമാക്കാമായിരുന്നു. പക്ഷെ അക്ബർ വെറുതെ മറ്റേ അക്രമാസക്തനായി. ഇത്രയൊന്നും അഗ്രസീവ് ആവേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ആക്ടിവിറ്റി ഏരിയയിലേക്ക് പ്രവേശിച്ചതും അക്ബറിന്റെ ഉള്ളിലെ മറ്റേ ആവേശം ഇങ്ങനെ ഉണർന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ സാധനങ്ങൾ എടുക്കുന്നു, മാറ്റി വെക്കുന്നു. നടക്കില്ല, ഞാൻ പറയുന്ന പോലെ നടക്കൂ, ഞാൻ പിടിച്ച മുയലിനാണ് 100 കൊമ്പ് പറഞ്ഞിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒറ്റക്കാലം നിൽക്കുന്ന ഒരു അക്ബർ. ശരിക്കും കണ്ടിട്ട് എനിക്ക് ഈ രീതിയിലല്ലായിരുന്നു അക്ബർ ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. പിന്നെ യൂണിയൻ ലീഡറും ഓണറുടെ പിയും തമ്മിലുള്ള ആ ഒരു വഴക്ക് ഇത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നും കൂടി അങ്ങനെ ഒരു കാര്യം വീണ്ടും കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു അലസത ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു വിരസത ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നെങ്കിലും ആ ഒരു ട്രാക്ക് ഇത്തിരി ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കാതെ വെറുതെ അങ്ങ് ഫൈറ്റ് ഉണ്ടാക്കുവാണ്. പിന്നെ അക്ബർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ആരൊക്കെ പണിയെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന അക്ബറിനാണ്, തൊഴിലാളികളുടെ തലവനാണ്. ലക്ഷ്മിയോട് അക്ബർ എണീക്കാൻ പറഞ്ഞാൽ എണീക്കാനുള്ള ബാധ്യത ലക്ഷ്മിക്കുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇത് ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് പണിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നൂറയ്ക്ക് ഇവിടെ ഇത്തിരി ഒന്ന് അയഞ്ഞു നിൽക്കാമായിരുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഗോൾഡ് കോയിന് വേണ്ടിയാണ് അക്ബർ ഇത്രയും നിന്നങ്ങ് പെർഫോം ചെയ്യുന്നത്. ആ പെർഫോമൻസ് കണ്ടിട്ടെങ്കിലും ഒരു 3-4 കോയിൻ അക്ബറിനായിട്ട് നൂറയ്ക്ക് ഓഫർ ചെയ്യാമായിരുന്നു. തൊഴിലാളികളുടെ തലവനാണ് അക്ബർ. ഏത് വിധേനയും എല്ലാവരെയും കൊണ്ട് പണി എടുപ്പിച്ചാണ് നന്നായിട്ട്. അപ്പൊ അത് നൂറ അതും ചെയ്യുന്നില്ല. 1ഉം 2ഉം പറഞ്ഞ് വെറുതെ അടി ഉണ്ടാക്കാനായിട്ട് നൂറയും മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫുൾ അലമ്പാവുന്ന കച്ചറയാവുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ലൈവ് വീഡിയോയിൽ ഞാൻ കണ്ടത്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോ സമാധാനപരമായിട്ട് ടാസ്ക് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തൊഴിലാളികളെ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല എന്നുള്ളത് അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോണേ, അത്രയും പേര് അവിടെ ഉള്ളതിനകത്ത് 3 പേരാണ് ആകെ പണിയെടുത്തത്. അതും അത്രയും അംഗം വെട്ട് അവിടെ നടക്കുന്നതിനിടയ്ക്കാണ് കേട്ടോ ആദിലെയും ബിന്നിയും ഒക്കെ ഈ ഒരു ടാസ്കിൽ 25 ചെരുപ്പെങ്കിലും ഉണ്ടാക്കി തീർത്തത്. 50 ചെരുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ആകെ 25 ചെരുപ്പുകളാണ് പൂർത്തിയാക്കിയത്. അതാണ് ഇതിനകത്തൊരു കോമഡി. ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്കിന് ഒരുമാതിരി വകവെക്കാത്ത പരിപാടിയായി പോയി. അത് അക്ബർ, അഭിലാഷ്, ഒനീല്, ഷാനവാസ് ഇവര് 4 പേരും ബിഗ് ബോസിനെ ബഹുമാനിക്കാത്ത ഒരു അപ്രോച്ച് സ്വീകരിച്ച പോലെ എനിക്ക് തോന്നി. അത് ടാസ്കിൽ ഇത്തിരി ഒന്ന് ഇൻവോൾവ് ആയിട്ട് നിന്നിട്ട് ഈ രീതിയിൽ ബഹളം വെക്കുമായിരുന്നേ വേണ്ടില്ല. ഇത് ടാസ്കിൽ ഇൻവോൾവ് ആവാതെ വെറുതെ ബഹളവും വെച്ച് പകുതി പണി മാത്രം ചെയ്ത് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഷാനവാസ് ഒക്കെ അവിടെ നിന്നങ്ങ് ലൈവ് കാണുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും തന്നെ മിണ്ടുന്നതായിട്ട് കണ്ടില്ല ഈ റെക്കോർഡിംഗ് വീഡിയോയ്ക്കകത്ത്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ഇതേ ആളുകൾ തന്നെയാണ് ഇന്നലെയും വന്നത്. അപ്പൊ ഇന്നലെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ആയിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നലെ 50 എന്ന് പറഞ്ഞിട്ട് 52 ചെരുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് ആകെ 25 എണ്ണം. അത് ബിഗ് ബോസ് എന്താണ് ഇവരെ ഒന്നും പറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ടാസ്ക് അലമ്പാനായിട്ട് തന്നെ നിന്നതുപോലൊക്കെ എനിക്ക് തോന്നി കേട്ടോ, അക്ബറും പിന്നെ അക്ബറിന്റെ ടീമും. ഇതായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.